കോഴിയിറച്ചിക്ക് ഇതര സംസ്ഥാന കച്ചവടക്കാർ കൃത്രിമ വിലക്കയറ്റം സൃഷ്ടിക്കുന്നതായി ആക്ഷേപം. 150 രൂപയിൽ താഴെ വിൽപ്പന നടത്തേണ്ട കോഴിയിറച്ചിക്ക് 180 രൂപ വരെ വില ഉയർത്തുന്നത് അന്യസംസ്ഥാന ലോബിയാണെന്നും വില വർധന തടയാൻ അടിയന്തര നടപടികൾ വേണമെന്നും ചിക്കൻ വ്യാപാരികൾ ആവശ്യപ്പെട്ടു. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ കഴിഞ്ഞിട്ടും കോഴി വില കുതിക്കുകയാണ്. 1 കിലോ ജീവനുള്ള കോഴിക്ക് 170 മുതൽ 190 രൂപ വരെയാണ് വില. ശബരിമല സീസണിൽ സാധാരണ കോഴിയിറച്ചിക്ക് വില കുറയുകയാണ് പതിവ്. കോഴിവിലയിലെ കുതിപ്പിനൊപ്പം കോഴിമുട്ട വിലയും ഇത്തവണ ഉയർന്ന നിലയിൽ തന്നെയാണ്. സംസ്ഥാനത്തെ ഇറച്ചിക്കോഴി വിപണിയിൽ ഇതര സംസ്ഥാന കച്ചവടക്കാർ കൃത്രിമ വിലവർധന സൃഷ്ടിക്കുകയാണെന്ന് കേരള സംസ്ഥാന ചിക്കൻ വ്യാപാര സമിതി പാലാ ഏരിയ സെക്രട്ടറി ജോഷി കുന്നൽ പറയുന്നു. ചിക്കൻ വ്യാപാര രംഗത്ത് വല്ലാത്ത പ്രതിസന്ധിയാണ് ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 3 വർഷക്കാലത്ത് മുൻപ് ഏതാണ്ട് 170 രൂപ വരെ ചിക്കന് റീറ്റെയിൽ വില വന്നിട്ടുണ്ടായിരുന്നു. ആ വില 2 ദിവസമേ നിലനിന്നുള്ളൂ. പിന്നെ പെട്ടെന്ന് വില താഴോട്ട് പോയി. ഇപ്പോൾ ഈ പ്രതിസന്ധി ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോട്ടയം ജില്ലയുടെ വില ഇന്നിപ്പോൾ 180 രൂപയാണ് ഇപ്പോഴത്തെ റീറ്റെയിൽ വില. സാധാരണക്കാരന് വല്ലാത്ത ബുദ്ധിമുട്ടും പ്രതിസന്ധിയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോട്ടലുകൾ, തട്ടുകടകൾ, ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളെല്ലാം നിന്നു പോകുന്ന അവസ്ഥകൾ. അതുപോലെ തന്നെ ചെറുകിട കച്ചവടക്കാർ ഏകദേശം ഒരു 10-15ഓളം ഷോപ്പുകൾ ഇപ്പം പൂട്ടിപ്പോയി ഇത്രയും വില വർദ്ധിച്ചതിൻ്റെ പേരിൽ. ഇതിൻ്റെ പിന്നിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കോട്ടയം കേരളത്തിൽ വൻകിട ലോബികളാണ് ഇതിൻ്റെ പിന്നിൽ. കോട്ടയം, തമിഴ്നാട് ലോബികളാണ് ഇതിൻ്റെ പിന്നിൽ ഫാം നടത്തി വരുന്നത്. അപ്പം വില വർദ്ധിക്കുന്നത് തടയാൻ വേണ്ടി കേരള ചിക്കൻ വ്യാപാരി വ്യവസായികളുടെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെടുകയും അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുവാൻ ഇന്നലെ യോഗം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. വില ഇങ്ങനെ മുന്നോട്ട് പോയാൽ വല്ലാത്ത പ്രതിസന്ധിയാണ്. ആദ്യമായിട്ടാണ് ഞാൻ 27 വർഷമായി ഈ പ്രസ്ഥാനത്തിൽ ചിക്കൻ വ്യാപാര രംഗത്തുള്ള ആളാണ്. ഇതേവരെ കാണാത്തൊരു വലിയ വില വർധനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ കടയടച്ച സമരത്തിലേക്ക് കടക്കുമെന്നും ചിക്കൻ വ്യാപാരികൾ പറയുന്നു. ഞങ്ങൾ പ്രതിഷേധമായിട്ട് ഇറങ്ങാൻ ഞങ്ങളിപ്പോൾ കടയടപ്പ് സമരം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ മുന്നോട്ട് വില വർദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും കടയടപ്പ് സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ 140 രൂപയ്ക്ക് വിൽപ്പന നടത്തിയിരുന്ന കോഴിക്ക് ജനുവരിയിൽ വില 180 വരെയാണ്. നിലവിൽ 90 രൂപ മുതൽ 100 രൂപ വരെ മാത്രമേ ശരാശരി ഫാമിലെ മാർക്കറ്റ് വില വരുന്നുള്ളൂ. ഈ സാഹചര്യത്തിലാണ് 140 രൂപ മുതൽ 150 രൂപ വരെ വാങ്ങുന്നത്. കോഴിയെണ്ണം കുറവാണെന്ന് കാണിച്ചാണ് വില കയറ്റുന്നത്. സംസ്ഥാനത്ത് ആവശ്യമായ കോഴികളുടെ 25 മുതൽ 30% വരെ മാത്രമേ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കി തമിഴ്നാട്ടിൽ നിന്നുമാണ് എത്തുന്നത്. വിശേഷ ദിവസങ്ങളിൽ 30 മുതൽ 40% വരെയാണ് വില വർധന. വില കൂടിയതോടെ കഴിഞ്ഞ മാസങ്ങളിലേക്കാൾ വ്യാപാരം കുറഞ്ഞതായും പല വ്യാപാരികളും കടകൾ പൂട്ടിയതായും ചിക്കൻ വ്യാപാരികൾ പറയുന്നു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.